നമസ്കാരം. ഈ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കഥയിലൂടെ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. മായയുടെ ആദ്യത്തെ വിമാനയാത്ര. ആഹാ, കൊള്ളാലോ. അതെ, റെഡിയല്ലേ? റെഡി. നമുക്ക് തുടങ്ങാം. ഓക്കെ, മായയുടെ കഥ തുടങ്ങുന്നു. ആദ്യത്തെ വാചകം ശ്രദ്ധിച്ചോളൂ. എന്റെ പേര് മായ. ഇന്ന് എനിക്കൊരു പ്രത്യേക ദിവസമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, എങ്ങനെയായത് ഇംഗ്ലീഷിൽ പറയാ? ശരി, ഞാൻ പറയാം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: മൈ നെയിം ഈസ് മായ ആൻഡ് ടുഡേ വാസ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ. ഓക്കെ, എന്റെ കൂടെ പറയൂ. മൈ നെയിം ഈസ് മായ ആൻഡ് ടുഡേ വാസ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ. ആ, ഇത് എളുപ്പമാണല്ലോ. മൈ നെയിം ഈസ് എന്റെ പേര്, ടുഡേ ഇന്ന്. പിന്നെ വാസ്, അത് ശ്രദ്ധിക്കണം. ആ, ശരിയാണ്. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. കഴിഞ്ഞ കാര്യമാണ്, ഭൂതകാലം. കറക്റ്റ്. സ്പെഷ്യൽ, പ്രത്യേകതയുള്ള. ഫോർ മീ, എനിക്ക്. അപ്പൊ മായയ്ക്ക് അതൊരു സ്പെഷ്യൽ ദിവസമായിരുന്നു. എന്തുകൊണ്ടാണ് അത് സ്പെഷ്യലായത്? അതാണ് അടുത്ത വാചകം. ഇതായിരുന്നു എന്റെ ആദ്യത്തെ വിമാനയാത്ര. ഓ, ഫസ്റ്റ് ഫ്ലൈറ്റ്. അതെ. ഇതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഫ്ലൈയിങ് ഓൺ ആൻ എയ്റോപ്ലെയിൻ. ശരി. എന്റെ കൂടെ പറയണേ: ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഫ്ലൈയിങ് ഓൺ ആൻ എയ്റോപ്ലെയിൻ. ഇവിടെ ഇറ്റ് വാസ് ഇതായിരുന്നു, ഫസ്റ്റ് ടൈം ആദ്യത്തെ തവണ. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അല്ലേ? അതെ, എയ്റോപ്ലെയിൻ, വിമാനം. ചിലപ്പോ എയർപ്ലെയിൻ എന്നും കാണാറുണ്ട്. ആ, രണ്ടും ശരിയാണ്. അപ്പൊ മായ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുവാണ്. അപ്പൊ എങ്ങനെയുണ്ടാവും? മായ പറയുന്നു, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ആഹാ, ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതെ. അപ്പോ ആകാംക്ഷ കാരണം ഉറങ്ങാൻ പറ്റിയില്ലാന്ന് എങ്ങനെ പറയും? ഓർത്തു നോക്കൂ. പറയാം, ശ്രദ്ധിക്കൂ. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡ് ബെയർലി സ്ലീപ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ. എന്റെ കൂടെ പറയൂ. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡ് ബെയർലി സ്ലീപ് ലാസ്റ്റ് നൈറ്റ്. എക്സൈറ്റഡ് എന്ന വാക്ക് അല്ലേ, നല്ല ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആവേശം എന്നൊക്കെ പറയാം. സോ എക്സൈറ്റഡ്, അത്രയ്ക്ക് ആകാംക്ഷ. അതെ. പിന്നെ ബെയർലി സ്ലീപ്പ് എന്താ പറയാ? കഷ്ടിച്ചുറങ്ങി അല്ലെങ്കിൽ ഉറങ്ങാനേ പറ്റിയില്ല എന്നർത്ഥം വരും. ശരിയാണ്. ലാസ്റ്റ് നൈറ്റ് എന്നാൽ ഇന്നലെ രാത്രി. അപ്പോ മായ എവിടെ നിന്നാണ് പോകുന്നത്? എങ്ങോട്ടാണ്? അടുത്ത വാചകം. എന്റെ യാത്ര എന്റെ സ്വന്തം സ്ഥലമായ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കായിരുന്നു. ഓ, കൊച്ചി ടു ദുബായ്. യെസ്. ഇതൊന്ന് ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കൂ. സ്വന്തം സ്ഥലം എന്നതിനൊക്കെ എന്തു പറയും? മൈ ജേർണി വാസ് ഫ്രം കൊച്ചി, മൈ ഹോം ടൗൺ, ഓൾ ദ വേ ടു ദുബായ്. ആ, എന്റെ കൂടെ പറയണേ: മൈ ജേർണി വാസ് ഫ്രം കൊച്ചി, മൈ ഹോം ടൗൺ, ഓൾ ദ വേ ടു ദുബായ്. ജേർണി, യാത്ര. ഫ്രം കൊച്ചി, കൊച്ചിയിൽ നിന്ന്. ആ, വാക്ക് ശ്രദ്ധിച്ചോ? ഹോം ടൗൺ. അതെ, ഹോം ടൗൺ, നമ്മുടെ സ്വന്തം സ്ഥലം, നാട് എന്നൊക്കെ പറയില്ലേ, അതാണ്. ഓൾ ദ വേ ടു ദുബായ്, അങ്ങ് ദുബായ് വരെ. ശരി. അങ്ങനെ മായ എയർപോർട്ടിലെത്തി. വിമാനത്താവളത്തിൽ എല്ലാം പുതിയതും രസകരവുമായിരുന്നു. ആദ്യമായിട്ട് പോകുമ്പോ അങ്ങനെയല്ലേ, എല്ലാം ഒരു കൗതുകം. അതെ. ഇത് ഇംഗ്ലീഷിൽ പറയാനൊന്ന് ശ്രമിച്ചു നോക്കൂ. വിമാനത്താവളം, പുതിയത്, രസകരം. ഓക്കെ, ഇംഗ്ലീഷിൽ. അറ്റ് ദി എയർപോർട്ട് എവറിത്തിങ് വാസ് ന്യൂ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ശരിയാണ്. എന്റെ കൂടെ പറയൂ. അറ്റ് ദി എയർപോർട്ട് എവറിത്തിങ് വാസ് ന്യൂ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. എയർപോർട്ട്, വിമാനത്താവളം, എവറിത്തിങ്, എല്ലാം, ന്യൂ, പുതിയത്. പിന്നെ ഇൻട്രസ്റ്റിംഗ്, രസകരമായത്. അതെ, എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ മായയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്തൊക്കെ കാഴ്ചകളാ കണ്ടത്? അടുത്തത്, ഞാൻ ഒരുപാട് ആളുകളെയും വലിയ ബോർഡുകളും അവിടെ കണ്ടു. ആ, എയർപോർട്ടിൽ എപ്പോഴും തിരക്കാണല്ലോ. അതെ. കണ്ടു എന്നെങ്ങനെ പറയും? ഒരുപാട് ആളുകൾ, ഓർക്കുന്നുണ്ടോ? നോക്കാം. I saw so many people and big signs everywhere. ഓക്കെ. എന്റെ കൂടെ പറയണേ: I saw so many people and big signs everywhere. I saw, ഞാൻ കണ്ടു. സിയുടെ പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. കറക്റ്റ്. So many people, ഒരുപാട് ആളുകൾ. ബിഗ് സൈൻസ്, വലിയ ബോർഡുകൾ, അറിയിപ്പുകളൊക്കെ. Everywhere, എല്ലായിടത്തും. യാത്രയ്ക്ക് മുന്നേ ബാഗൊക്കെ കൊടുക്കണമല്ലോ. അമ്മയും അച്ഛനും എന്റെ ബാഗുകൾ പരിശോധിക്കാൻ സഹായിച്ചു. ആ, ചെക്ക് ഇൻ ചെയ്യാനല്ലേ? അതെ. മാതാപിതാക്കൾ സഹായിച്ചു എന്നെങ്ങനെ പറയും? ഇംഗ്ലീഷിൽ ഇങ്ങനെ വരും: മൈ പേരൻസ് ഹെൽപ്ഡ് മീ ചെക്ക് ഇൻ അവർ ബാഗ്സ്. ശരി. എന്റെ കൂടെ പറയൂ:
My parents helped me check in our bags. പേരൻസ് മാതാപിതാക്കൾ. ഹെൽപ്ഡ് സഹായിച്ചു. ഹെൽപ്പിന്റെ പാസ്റ്റ് ടെൻസ്. Hmm. പിന്നെ ആ വാക്ക് ചെക്ക് ഇൻ, അത് എയർപോർട്ടിൽ എപ്പോഴും കേൾക്കുന്നതാണ്. ബാഗുകൾ ഏൽപ്പിക്കുന്നത്. അതെ. ബാഗ്സ്, ബാഗുകൾ. ശരി. ബാഗ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പിന്നെ ഞങ്ങൾ ഗേറ്റിലേക്ക് എത്താൻ ഒരു നീളമുള്ള തുരങ്കത്തിലൂടെ നടന്നു. ആ, ബോർഡിംഗ് ഗേറ്റിലേക്ക്. യെസ്, നടന്നു, തുരങ്കത്തിലൂടെ ഗേറ്റിലേക്ക് എത്താൻ. എങ്ങനെയാവും ഇംഗ്ലീഷിൽ? ശ്രദ്ധിക്കൂ. Then we walked through a long tunnel to reach our gate. ഓക്കെ. എന്റെ കൂടെ പറയണേ. Then we walked through a long tunnel to reach our gate. ദെൻ പിന്നെ വാക്ഡ് നടന്നു. വാക്കിന്റെ പാസ്റ്റ്. ഉം. ത്രൂ ലൂടെ. ലോങ് ടണൽ നീളമുള്ള തുരങ്കം. ടു റീച്ച് എത്താൻ. ഗേറ്റ് വിമാനത്തിലേക്ക് കയറാനുള്ള ആ സ്ഥലം. അതെ. ഗേറ്റിന്റെ അടുത്തുള്ള ജനലിലൂടെ നോക്കിയപ്പോ മായ എന്താ കണ്ടത്? ജനലിലൂടെ നോക്കിയപ്പോ ഞാൻ വലിയ വിമാനങ്ങൾ കണ്ടു. എങ്ങനെ പറയും? ഇംഗ്ലീഷിൽ I looked out the window and saw huge aeroplanes. ശരി. എന്റെ കൂടെ പറയൂ. I looked out the window and saw huge aeroplanes. ലുക്ക്ഡ് ഔട്ട് പുറത്തേക്ക് നോക്കി. ലുക്കിന്റെ പാസ്റ്റ്. വിൻഡോ ജനൽ. So കണ്ടു. ആ വാക്ക് ഹ്യൂജ് എന്താണ് അർത്ഥം? ഹ്യൂജ് എന്ന് പറഞ്ഞാല് വളരെ വലിയ, ഭയങ്കര വലുപ്പമുള്ളത്. അതെ, ഹ്യൂജ് എയറോപ്ലെയിൻസ്, വളരെ വലിയ വിമാനങ്ങൾ. ആ വിമാനങ്ങളെ കണ്ടിട്ട് മായയ്ക്ക് എന്തു തോന്നി? അതാണ് അടുത്തത്. അവ വലിയ പക്ഷികളെപ്പോലെ തോന്നി. ആഹാ, ജയന്റ് ബേർഡ്സ്. അത് തന്നെ. ഒന്നിനെ മറ്റൊന്നുപോലെ തോന്നി എന്ന് പറയാൻ എന്തുപയോഗിക്കും? സിമ്പിളാണ്. They looked like giant birds. ഓക്കെ. എന്റെ കൂടെ പറയൂ. They looked like giant birds. അതേ, ലുക്ഡ് ലൈക്ക് അവയെ കണ്ടാൽ പോലെ തോന്നി. ജയന്റ് എന്ന വാക്കും ഹ്യൂജ് പോലെ തന്നെ. വളരെ വലിയ അല്ലെങ്കിൽ ഭീമാകാരമായ എന്നൊക്കെ അർത്ഥം വരും. അതെ, ബേർഡ്സ് പക്ഷികൾ, വലിയ പക്ഷികളെ പോലെ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സമയമെത്തി. ഒടുവിൽ വിമാനത്തിൽ കയറാനുള്ള സമയമായി. ബോർഡിംഗ് ടൈം. യെസ്, ഒടുവിൽ സമയമായി വിമാനത്തിൽ കയറാൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ഫൈനലി ഇറ്റ് വാസ് ടൈം ടു ബോർഡ് ആർ പ്ലെയിൻ. ശരി. എന്റെ കൂടെ പറയണേ. ഫൈനലി ഇറ്റ് വാസ് ടൈം ടു ബോർഡ് ആർ പ്ലെയിൻ. ഫൈനലി, ഒടുവിൽ. ഇറ്റ് വാസ് ടൈം, സമയമായി. ടു ബോർഡ്, ഈ വാക്ക് ശ്രദ്ധിക്കണം. ബോർഡ് എന്ന് പറഞ്ഞാൽ കയറുക. വിമാനം, കപ്പൽ, ബസ്, ട്രെയിൻ, ഇതിലൊക്കെ കയറുന്നതിന് ബോർഡ് എന്ന് പറയാം. കറക്റ്റ്. പ്ലെയിൻ, വിമാനം. ശരി. എങ്ങനെയാ വിമാനത്തിൽ കയറിയത്? ഞങ്ങളൊരു റാമ്പിലൂടെ നടന്ന് ഞങ്ങളുടെ സീറ്റുകൾ കണ്ടെത്തി. റാമ്പ്, ആ ചരിഞ്ഞ വഴിയല്ലേ? അതെ, മുകളിലേക്ക് നടന്നു. റാമ്പിലൂടെ സീറ്റുകൾ കണ്ടെത്തി. ട്രൈഡ്. We walked up a ramp and found our seats. ഓക്കെ. എന്റെ കൂടെ പറയൂ. We walked up a ramp and found our seats. വാക്ഡ് അപ്പ്, മുകളിലേക്ക് നടന്നു. റാമ്പ്, അതാണാ ചരിഞ്ഞ പ്രതലം വിമാനത്തിലേക്ക് കയറാൻ. Found, കണ്ടെത്തി. ഫൈൻഡിന്റെ പാസ്റ്റ് ടെൻസ്. അതെ. സീറ്റ്സ്, ഇരിപ്പിടങ്ങൾ. മായക്ക് എവിടെയാ സീറ്റ് കിട്ടിയത്? എനിക്ക് ജനലിന്റെ അടുത്തുള്ള സീറ്റ് കിട്ടി. അതാണ് ഏറ്റവും നല്ലത്. ആഹാ, ലക്കി. വിൻഡോ സീറ്റ്. അതെ. എങ്ങനെ പറയും? ഇംഗ്ലീഷില് I got a window seat which was the best. ഓക്കെ. എന്റെ കൂടെ പറയണേ. I got a window seat which was the best. ഐ ഗോട്ട്, എനിക്ക് കിട്ടി. ഗെറ്റ് എന്റെ പാസ്റ്റ്. വിൻഡോ സീറ്റ്, ജനലിനടുത്തുള്ള സീറ്റ്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലേ? മിക്കവാറും. വിച്ച് വാസ് ദ ബെസ്റ്റ്? അത് ഏറ്റവും നല്ലതായിരുന്നു. സീറ്റിലിരുന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ എന്റെ സീറ്റ് ബെൽറ്റ് മുറുക്കി. വെരി ഇമ്പോർട്ടന്റ്. അതെ. ഹൗ ടു സേ ദാറ്റ്? ശരി. ഇങ്ങനെയാണ്. I fastened my seat belt tightly. ശരി. എന്റെ കൂടെ പറയൂ. I fastened my seat belt tightly. ഫാസൻഡ്, മുറുക്കി, ബന്ധിച്ചു എന്നൊക്കെ അർത്ഥം. സീറ്റ് ബെൽറ്റ്, ടൈറ്റ്ലി, നന്നായി, മുറുക്കി, ഉറപ്പിച്ച്. അതെ. ഇനി ടേക്ക് ഓഫ് ആണ്. എഞ്ചിനുകൾ വലിയ ശബ്ദമുണ്ടാക്കി വിമാനം ചലിക്കാൻ തുടങ്ങി. സൗണ്ട്. എഞ്ചിൻ, വലിയ ശബ്ദം, ചലിക്കാൻ തുടങ്ങി. ഓർത്തു നോക്കൂ. ശരി. ഇംഗ്ലീഷിൽ The engines made a loud noise and the plane started to move. ഓക്കെ. എന്റെ കൂടെ പറയൂ. The engines made a loud noise and the plane started to move. എഞ്ചിൻസ്, എഞ്ചിനുകൾ. മേഡ് എ ലൗഡ് നോയ്സ്, വലിയ ശബ്ദമുണ്ടാക്കി. ലൗഡ്, ഉച്ചത്തിലുള്ള. നോയ്സ്, ശബ്ദം. Started to move.
ചലിക്കാൻ തുടങ്ങി. ശരി. എവിടെയാണ് വിമാനം ആദ്യം ഓടുന്നത്? അത് റൺവേയിലൂടെ വേഗത്തിൽ പോയി. ആ, റൺവേയിലൂടെ. വേഗത്തിൽ പോയി റൺവേയിലൂടെ. ഹൗ ഇൻ ഇംഗ്ലീഷ്? ശ്രദ്ധിക്കൂ. ഇറ്റ് വെൻ ഫാസ്റ്റ് ഡൗൺ ദ റൺവേ. എന്റെ കൂടെ പറയണേ. ഇറ്റ് വെൻ ഫാസ്റ്റ് ഡൗൺ ദ റൺവേ. ഇറ്റ് വെന്റ് ഫാസ്റ്റ്, അത് വേഗത്തിൽ പോയി. ഗോയുടെ പാസ്റ്റ് വെന്റ്. റൺവേ വിമാനം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഉപയോഗിക്കുന്ന ആ വഴി. അതെ, ഡൗൺ ദ റൺവേ റൺവേയിലൂടെ, അതിന്റെ നീളത്തിൽ. റൺവേയിലൂടെ ഓടി, പിന്നെ പിന്നെ പതിയെ ഞങ്ങൾ നിലത്തുനിന്ന് ഉയർന്നു. ആ, ലിഫ്റ്റ് ഓഫ്. അതെ, പതിയെ നിലത്തുനിന്ന് ഉയർന്നു. എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ദെൻ സ്ലോലി വി ലിഫ്റ്റഡ് ഓഫ് ദ ഗ്രൗണ്ട്. എന്റെ കൂടെ പറയൂ. ദെൻ സ്ലോലി വി ലിഫ്റ്റഡ് ഓഫ് ദ ഗ്രൗണ്ട്. സ്ലോലി, പതിയെ, ലിഫ്റ്റഡ് ഓഫ്, ഇതാണ് ആ വാക്ക്. വിമാനം പറന്നുയരുന്നത്, നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങി. ദ ഗ്രൗണ്ട്, നിലം, ഭൂമി. ശരി. മായയ്ക്ക് അനുഭവം എങ്ങനെയായിരുന്നു? അതൊരു മാജിക് പോലെ തോന്നി. എന്റെ കൂടെ പറയൂ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് മാജിക്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക്, അത് പോലെ തോന്നി, അനുഭവപ്പെട്ടു. ഫീലിന്റെ പാസ്റ്റ് ഫെൽറ്റ്. മാജിക്, മായാജാലം. വിൻഡോ സീറ്റിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ മായ എന്തു ചെയ്തു? ഞാൻ എന്റെ മുഖം ജനലില് അമർത്തി. പുറത്തെ കാഴ്ച കാണാനല്ലേ? അതെ, മുഖം ജനലിൽ അമർത്തി. ട്രൈ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഐ പ്രസ്ഡ് മൈ ഫേസ് അഗേൻസ്റ്റ് ദ വിൻഡോ. ഓക്കെ. എന്റെ കൂടെ പറയണേ. ഐ പ്രസ്ഡ് മൈ ഫേസ് അഗേൻസ്റ്റ് ദ വിൻഡോ. പ്രസ്ഡ്, അമർത്തി. ഫേസ്, മുഖം. അഗേൻസ്റ്റ് ദ വിൻഡോ, ജനലിനോട് ചേർത്ത്. ശരി. പുറത്ത് എന്താ കണ്ടത്? കൊച്ചി ഞങ്ങൾക്ക് താഴെ വളരെ ചെറുതായി തോന്നി. ഓ, താഴെ കൊച്ചി. താഴെ വളരെ ചെറുതായി തോന്നി. എങ്ങനെ പറയും? ശ്രദ്ധിക്കൂ. കൊച്ചി ലുക്ഡ് സോ സ്മോൾ ബിലോ അസ്. എന്റെ കൂടെ പറയൂ. കൊച്ചി ലുക്ഡ് സോ സ്മോൾ ബിലോ അസ്. ലുക്ഡ് സോ സ്മോൾ. വളരെ ചെറുതായി തോന്നി, അല്ലെങ്കിൽ കാണപ്പെട്ടു. ബിലോ അസ്. ഞങ്ങൾക്ക് താഴെ. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ചെറുതാവുമല്ലോ. അതെ. താഴെയുള്ള വീടും കാറുമൊക്കെ എങ്ങനെയാ കണ്ടത്? വീടുകൾ ചെറിയ പെട്ടികളെപ്പോലെയും കാറുകൾ ചെറിയ കളിപ്പാട്ടങ്ങളെപ്പോലെയും തോന്നി. ആ, കളിപ്പാട്ടങ്ങൾ പോലെ. വീടുകൾ പെട്ടികൾ പോലെ, കാറുകൾ കളിപ്പാട്ടങ്ങൾ പോലെ. ഇത് കുറച്ച് നീളമുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ. ഇംഗ്ലീഷിൽ The houses look like tiny boxes and the cars were like little toys. ഓക്കെ. എന്റെ കൂടെ പറയണേ. The houses look like tiny boxes and the cars were like little toys. ഹൗസസ്, വീടുകൾ. Looked like. പോലെ തോന്നി. Tiny boxes. വളരെ ചെറിയ പെട്ടികൾ. Tiny എന്ന് വെച്ചാൽ വളരെ ചെറുത്. Cars. കാറുകൾ. Were like. പോലെയായിരുന്നു. Little toys. ചെറിയ കളിപ്പാട്ടങ്ങൾ. ലിറ്റിലും ചെറുത് എന്ന് തന്നെ. വിമാനം വീണ്ടും ഉയരുകയാണ്. താമസിയാതെ ഞങ്ങൾ മേഘങ്ങൾക്ക് മുകളിലായിരുന്നു. ഹൗ ടു സേ? ഇംഗ്ലീഷിൽ സൂൺ വി വർ അബവ് ദ ക്ലൗഡ്സ്. ശരി. എന്റെ കൂടെ പറയൂ. സൂൺ വി വർ അബവ് ദ ക്ലൗഡ്സ്. സൂൺ, താമസിയാതെ, ഉടൻ. വി വർ, ഞങ്ങളായിരുന്നു. അബവ്, മുകളിൽ. ദ ക്ലൗഡ്സ്, മേഘങ്ങൾ. ശരിക്കും മേഘങ്ങൾക്ക് മുകളിലൂടെയാണല്ലോ ഫ്ലൈറ്റ് പോകുന്നത്. അതെ. ആ മേഘങ്ങളെ കണ്ടിട്ട് എന്തു തോന്നി? അവ മൃദുലമായ വെളുത്ത പുതപ്പ് പോലെ തോന്നി. ട്രൈ ഇറ്റ്. ശ്രദ്ധിക്കൂ. ദേ ലുക്ക് ലൈക്ക് എ സോഫ്റ്റ് വൈറ്റ് ബ്ലാങ്കറ്റ്. ഓക്കെ. എന്റെ കൂടെ പറയണേ. ദേ ലുക്ക് ലൈക്ക് എ സോഫ്റ്റ് വൈറ്റ് ബ്ലാങ്കറ്റ്. ദേ ലുക്ക് ലൈക്ക്, അവ പോലെ തോന്നി. സോഫ്റ്റ്, മൃദുലമായ. വൈറ്റ്, വെളുത്ത. ബ്ലാങ്കറ്റ്, പുതപ്പ്. ശരിക്കും ഒരു വെളുത്ത പുതപ്പ് വിരിച്ച പോലെ. ഫ്ലൈറ്റ് അറ്റൻഡന്റ് എനിക്ക് കുറച്ച് ജ്യൂസ് തന്നു. ആ, ക്യാബിൻ ക്രൂ. ഓർത്തു നോക്കൂ. ഇംഗ്ലീഷിൽ ദ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഗേവ് മീ സം ജ്യൂസ്. ഓക്കെ. എന്റെ കൂടെ പറയണേ. ദ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഗേവ് മീ സം ജ്യൂസ്. ഫ്ലൈറ്റ് അറ്റൻഡന്റ്, വിമാനത്തിലെ യാത്രക്കാരെ സഹായിക്കുന്ന ജീവനക്കാർ. ഗേവ്, തന്നു അല്ലെങ്കിൽ നൽകി. ഗിവിന്റെ പാസ്റ്റ്. അതെ. സം ജ്യൂസ്, കുറച്ച് ജ്യൂസ്. യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണെന്ന് പൈലറ്റ് അറിയിച്ചു. ആ, ലാൻഡിംഗ് അനൗൺസ്മെന്റ്. അതെ, കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം പൈലറ്റ് അറിയിച്ചു ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇത് കുറച്ചു നീളമുള്ള വാചകമാണ്. ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറയാം. ആഫ്റ്റർ എ ഫ്യൂ hours, the pilot announced that we were getting ready to land. എന്റെ കൂടെ പറയൂ. After a few hours, the pilot announced that we were getting ready to land. After a few hours, കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം. പൈലറ്റ്, വിമാനം പറത്തുന്നയാൾ. Announced, അറിയിച്ചു. Getting ready, തയ്യാറെടുക്കുകയാണ്. To land, ഇറങ്ങാൻ.
വിമാനം നിലത്തിറങ്ങുന്നതിനാണ് ലാൻഡ് എന്ന് പറയുന്നത്. ഇറങ്ങാറായപ്പോൾ വീണ്ടും പുറത്തേക്ക് നോക്കി. ഞാൻ വീണ്ടും പുറത്തേക്ക് നോക്കി. ഇത്തവണ ഞാൻ ദുബായിയുടെ ലൈറ്റുകൾ കണ്ടു. ഓ, ദുബായ് എത്തി. രാത്രി കാഴ്ച. അതെ. ഇംഗ്ലീഷില് ഐ ലുക്ക്ഡ് ഔട്ട് അഗൈൻ ആൻഡ് ദിസ് ടൈം ഐ സോ ദ ലൈറ്റ്സ് ഓഫ് ദുബായ്. ശരി. എന്റെ കൂടെ പറയണേ. ഐ ലുക്ക്ഡ് ഔട്ട് അഗൈൻ ആൻഡ് ദിസ് ടൈം ഐ സോ ദ ലൈറ്റ്സ് ഓഫ് ദുബായ്. ലുക്ക്ഡ് ഔട്ട് അഗെയിൻ. വീണ്ടും പുറത്തേക്ക് നോക്കി. അഗൈൻ വീണ്ടും. ദിസ് ടൈം. ഇത്തവണ. സോ ദ ലൈറ്റ്സ് ഓഫ് ദുബായ്. ദുബായിലെ ലൈറ്റുകൾ കണ്ടു. അടിപൊളി കാഴ്ചയായിരിക്കും. ആ ലൈറ്റുകൾ എങ്ങനെയുണ്ടായിരുന്നു? അത് തിളങ്ങിക്കൊണ്ടിരുന്നു. തിളങ്ങിക്കൊണ്ടിരുന്നു. വെരി ഷോർട്ട് സെന്റൻസ്. ആ. ഇംഗ്ലീഷില്. ഇറ്റ് വാസ് സ്പാർക്ലിംഗ്. ഓക്കെ. എന്റെ കൂടെ പറയൂ. ഇറ്റ് വാസ് സ്പാർക്ലിംഗ്. സ്പാർക്ലിംഗ്. വെട്ടിത്തിളങ്ങുന്ന, മിന്നുന്ന. അതെ. ദുബായ് ലൈറ്റ്സ് രാത്രിയിൽ അങ്ങനെയാണല്ലോ. ഇനി ലാൻഡിംഗ് എങ്ങനെയായിരുന്നു? വിമാനം സുഗമമായി ഇറങ്ങി. ആ, ആശ്വാസം. സുഗമമായി ഇറങ്ങി. ഹൗ ടു സേ ദാറ്റ്? ഇംഗ്ലീഷിൽ ദ പ്ലെയിൻ ലാൻഡഡ് സ്മൂത്ത്ലി. ശരി. എന്റെ കൂടെ പറയൂ. ദ പ്ലെയിൻ ലാൻഡഡ് സ്മൂത്ത്ലി. ലാൻഡഡ് ഇറങ്ങി. സ്മൂത്ത്ലി സുഗമമായി, കുലുക്കമൊന്നുമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ. അതെ. നല്ല ലാൻഡിംഗ്. സാധാരണ ലാൻഡിംഗ് കഴിയുമ്പോൾ യാത്രക്കാരെന്തു ചെയ്യും? മായ ചെയ്തതിതാണ്. ഞാൻ എല്ലാവരോടുമൊപ്പം കൈയടിച്ചു. ആ, അതൊരു പതിവുണ്ടല്ലോ. പൈലറ്റിനൊരു നന്ദി. അതെ. കൈയടിച്ചു എല്ലാവരോടുമൊപ്പം. ട്രൈ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ശ്രദ്ധിക്കൂ. ഐ ക്ലാപ്ഡ് വിത്ത് എവ്രിവൺ എൽസ്. ഓക്കെ. ഐ ക്ലാപ്ഡ് വിത്ത് എവ്രിവൺ എൽസ്. ക്ലാപ്ഡ് കൈയടിച്ചു. വിത്ത് എവ്രിവൺ എൽസ് മറ്റെല്ലാവരോടുമൊപ്പം. ശരി. വിമാനത്തിൽ നിന്നിറങ്ങി. ഇനി ബാഗേജ് എടുക്കണം. ഞങ്ങൾ വിമാനത്തിൽ നിന്നിറങ്ങി ബാഗുകൾ ശേഖരിക്കാൻ പോയി. ആ, ബാഗേജ് ക്ലെയിം. വിമാനത്തിൽ നിന്നും ഇറങ്ങി ബാഗുകൾ ശേഖരിക്കാൻ പോയി. ഹൗ? ഇംഗ്ലീഷിൽ വി ഗോട്ട് ഓഫ് ദ പ്ലെയിൻ ആൻഡ് വെന്റ് ടു കളക്ട് അവർ ബാഗ്സ്. എന്റെ കൂടെ പറയൂ. വി ഗോട്ട് ഓഫ് ദ പ്ലെയിൻ ആൻഡ് വെന്റ് ടു കളക്ട് അവർ ബാഗ്സ്. ഗോട്ട് ഓഫ് ദ പ്ലെയിൻ. വിമാനത്തിൽ നിന്നും ഇറങ്ങി. ഗെറ്റ് ഓഫിന്റെ പാസ്റ്റ്. വെന്റ് ടു കളക്ട് ശേഖരിക്കാൻ പോയി. ഗോയുടെ പാസ്റ്റ് വെന്റ്. കളക്ട് ശേഖരിക്കുക. അതെ. അവർ ബാഗ്സ് ഞങ്ങളുടെ ബാഗുകൾ. ദുബായ് എയർപോർട്ട് കണ്ടിട്ട് മായയ്ക്ക് എന്തു തോന്നി? ദുബായ് വിമാനത്താവളം കൊച്ചിയേക്കാൾ വലുതായിരുന്നു. അത് ശരിയാണ്. ദുബായ് എയർപോർട്ട് ഭയങ്കര വലുതാണ്. കൊച്ചിയേക്കാൾ വലുതായിരുന്നു. എങ്ങനെ പറയും? താരതമ്യം ചെയ്യുകയാണ്. ഇംഗ്ലീഷിൽ ദുബായ് എയർപോർട്ട് വാസ് ഈവൻ ബിഗർ ദാൻ കൊച്ചീസ്. ആ, ഈവൻ ബിഗർ. എന്റെ കൂടെ പറയണേ. ദുബായ് എയർപോർട്ട് വാസ് ഈവൻ ബിഗർ ദാൻ കൊച്ചീസ്. ബിഗർ, ബിഗിന്റെ കമ്പാരിറ്റീവ് ഫോം. കൂടുതൽ വലുത്. ഈവൻ ബിഗർ എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലുത് എന്നൊരു ഊന്നൽ. അതെ, ചുരുക്കിയതാണ്. ശരിയാണ്. അപ്പോ മായയുടെ യാത്ര കഴിഞ്ഞു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവസാനം പറയുന്നു, ഉടൻ തന്നെ വീണ്ടും പറക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ, യാത്ര ഇഷ്ടപ്പെട്ടാൽ പിന്നെയും പോകാൻ തോന്നും. ഇംഗ്ലീഷില് ഐ ഹോപ്പ് ടു ഫ്ലൈ അഗൈൻ സൂൺ. ഓക്കെ. എന്റെ കൂടെ പറയൂ. ഐ ഹോപ്പ് ടു ഫ്ലൈ അഗൈൻ സൂൺ. ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടു ഫ്ലൈ അഗെയിൻ വീണ്ടും പറക്കാൻ. സൂൺ ഉടൻ, താമസിയാതെ. മായയ്ക്ക് യാത്ര ശരിക്കും ഇഷ്ടമായി. തീർച്ചയായും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ നമ്മൾ മായയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റോറിയിലൂടെ കുറേ ഇംഗ്ലീഷ് വാചകങ്ങൾ പഠിച്ചു അല്ലേ? അതെ, വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഉപയോഗപ്രദമായ വാചകങ്ങൾ. ഇനി നിങ്ങൾക്കുള്ളൊരു ചെറിയ ചോദ്യം. യോർ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ, അതായത് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഏതാണ്? ആഹാ, എല്ലാവർക്കും ഉണ്ടാവും ഓരോ ഡ്രീം ഡെസ്റ്റിനേഷൻ. ഇതിനുള്ള ഉത്തരം പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതാമോ? ശ്രമിച്ചു നോക്കൂ. വാട്ട് ഈസ് യുവർ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ? ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലെ കഥകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഇംഗ്ലീഷ് പഠിക്കാൻ ഇനിയും വരാം. തീർച്ചയായും. ഇന്നത്തെ ഈയൊരു പഠനത്തിൽ പങ്കെടുത്തതിന് നന്ദി. നന്ദി.